മലപ്പുറത്തെയും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും മതപരമായ വിഭജനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മതനിരപേക്ഷ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള അതിൻ്റെ ഉള്ളടക്കം തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അപലപനീയമാണ്. ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എൻ കണ്ണൻ എന്ന നേതാവ് മൺമറഞ്ഞാലും അയാളെയും അയാളുടെ പ്രസ്ഥാനത്തെയും വേട്ടയാടാനുള്ള വിത്തുപാകിയാണ്, അയാളെ ഹിന്ദുത്വവാദിയാക്കിയാണ് സി ദാവൂദ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ലഭ്യമാകാവുന്ന ഒരു നിയമസഭാ രേഖ. അൽപായുസ് മാത്രമാണെന്നറിഞ്ഞിട്ടും ചില കേന്ദ്രങ്ങളെ കൃത്യമായും ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്ത ലക്ഷണമൊത്ത വർഗീയ നിർമ്മിതി. NDF എന്ന വർഗീയ സംഘടനയെക്കുറിച്ച് വണ്ടൂർ MLA ആയിരിക്കെ എൻ കണ്ണൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങുന്നത് തന്നെ വസ്തുതാപരമായ ഒരു സ്പെഷ്യൽ മാരേജിനെ കുറിച്ച് പറഞ്ഞാണ്. കണ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും താല്പര്യമുള്ള ചിലത് മാത്രം അടർത്തിയെടുത്ത് കണ്ണനും അതുവഴി ഇടതുപക്ഷത്തിനും മുസ്ലിം വിരോധത്തിന്റെ നിറം കലർത്തുന്നു. NDF എന്ന തീവ്രവാദ സംഘടനയുടെ പേര് മനഃപൂർവ്വം മറച്ചുവെച്ച മലപ്പുറം എന്ന് മാത്രം പറയുന്നു ദാവൂദ്. ന്യൂനപക്ഷ വർഗീയത ഹിന്ദുത്വ ശക്തികൾ എങ്ങനെ മുതലെടുക്കുന്നുവെന്ന് കണ്ണൻ പറഞ്ഞതിനെ കുറിച്ച് മിണ്ടുന്നില്ല ദാവൂദ്. പകരം NDFന്റെ വർഗീയത കണ്ണൻ ചൂണ്ടിക്കാണിച്ചതിൽ ആ സംഘടനയുടെ പേര് വെട്ടിമാറ്റി മലപ്പുറം എന്ന് ചേർത്തു വയ്ക്കുന്നു അയാൾ. NDFനെ കുറിച്ച് പറയുമ്പോൾ ദാവൂദിന് പൊള്ളുന്നത് എന്തിനാണ്? NDF എന്ന് പറഞ്ഞാൽ അത് മലപ്പുറമാകുന്നത് എങ്ങനെയാണ്? മുസ്ലിങ്ങൾ ഏഴയിലത്തടിപ്പിക്കാത്ത വർഗീയവാദികളായ NDFകാരെ വിമർശിക്കുന്നത് മുസ്ലിം വിരോധമാകുന്നത് എങ്ങനെയാണ്? തീവ്രവാദികളെ വിമർശിച്ചാൽ ദാവൂദിന് പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളലിന്റെ ചൂട് പങ്കിടാൻ മുസ്ലിങ്ങളെ തേടുന്നത് എന്തിനാണ്? സംഘപരിവാറിനേക്കാൾ മുന്നേ ഇടതുപക്ഷം മുസ്ലിങ്ങളെ വേട്ടയാടിയെന്ന ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കാനാണ് അയാൾ ശ്രമിച്ചത്. ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള നിലവാരം തകർന്ന ശ്രമം. എന്നാൽ NDF എന്ന് കേട്ടാൽ അത് മലപ്പുറമാകുന്നത് ഉള്ളിൽ വർഗീയ വിത്തുകളുള്ള ദാവൂദിന് മാത്രമാണ്, കേരളത്തിനല്ല. ഇടതുപക്ഷ വിരോധത്തിന്റെയും അപരമത വിദ്വേഷത്തിന്റെയും കോട്ടയിൽ നിങ്ങൾ നിർമ്മിച്ചെടുത്ത നാദാപുരം വ്യാജ ബലാത്സംഗ ആരോപണത്തിന്റെ ഇരയായ ബിനുവിനെ ദാവൂദ് മറന്നിട്ടുണ്ടാകില്ല. നിങ്ങളുടെ നുണ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്ത വെറുപ്പ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ ഇഞ്ചിഞ്ചായി കവരുമ്പോൾ ആ വാളിന്റെ പേര് NDF എന്നായിരുന്നു. ആ NDF ആണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞൂടൂ ദാവൂദ്, നിങ്ങൾ ലക്ഷണമൊത്തൊരു വർഗീയവാദിയായി മാറിയിരിക്കുന്നു. പക്ഷേ ആ വെറുപ്പിന്റെ വിത്ത് വളർത്താൻ ഈ മണ്ണിലെന്ന് കരുതിയാൽ മറുപടി പറയേണ്ടി വരിക തെരുവിലാകും. ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് VPP മുസ്തഫ CPIM നിന്നും, CK ഷാക്കിർ മുസ്ലിം ലീഗ് നേതാവ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, വണ്ടൂർ മുൻ MLAയും CPIM നേതാവുമായ എൻ കണ്ണനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം VPP മുസ്തഫയിലേക്ക്. VPP മുസ്തഫ, വർഷങ്ങൾക്ക് മുൻപ് നിയമസഭയിൽ എൻ കണ്ണൻ എന്ന CPIM നേതാവ് പറഞ്ഞൊരു പരാമർശം, അത് ഈ സാഹചര്യത്തിൽ കുത്തിപ്പൊക്കി അതിനെ വസ്തുതകളുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത തരത്തിൽ അവതരിപ്പിക്കുക, പൂർണ്ണമായും അതിന്റെ ഒരു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് എന്താണോ അദ്ദേഹം പറഞ്ഞത് അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് പറഞ്ഞു വന്ന വീഡിയോ അവസാനിപ്പിക്കുക, അതാണ് മാധ്യമപ്രവർത്തകൻ എന്ന പേരുള്ള സി ദാവൂദ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് കരുതുന്നത്? ആ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് അറിയിക്കുന്നത്? തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കൊണ്ടുവരുന്ന തീവ്ര വർഗീയ നിലപാടുകളെ അതിനിശിതമായിട്ടാണ് CPIM വിമർശിച്ചു പോരുന്നത്. അതിപ്പോൾ ഈ സമകാലീന കേരള രാഷ്ട്രീയത്തിൽ മാത്രം ഉള്ള ഒരു സംഭവമല്ല. വളരെ ദീർഘകാലമായി എല്ലാ വർഗീയതകളെയും ചെറുക്കുക. കാരണം എല്ലാ വർഗീയതകളും വർഗരാഷ്ട്രീയത്തിനെതിരാണ്. വർഗരാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ ഈ മൂലധന ശക്തികളും പിന്തിരിപ്പൻ വർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ആശയാവലികളിൽ ഒന്നാണ് വർഗീയത. അതുകൊണ്ട് ഏത് തരത്തിലുള്ള വർഗീയതയെയും എതിർക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ലോകത്തെവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചു വരുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ലോകത്തെവിടെയും വംശീയവാദികൾക്ക്, വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും വലിയ ഭയമായിട്ട് മാറുന്നത്.
അതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ പോയി എന്ന് നിങ്ങൾ കരുതരുത്, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റി കോർപ്പറേഷനിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പ്, അതിനവിടുത്തെ പുതിയ സ്ഥാനാർത്ഥിയുടെ പേര് വന്നല്ലോ. അതൊരു ഇന്ത്യൻ മുസ്ലിം പേരാണ്. അത് വന്നപ്പോൾ ട്രംപ് ഉപയോഗിച്ച, അവിടുത്തെ പ്രസിഡൻ്റായ ട്രംപ് ഉപയോഗിച്ച നിലപാടെന്താ? ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലേക്ക് പ്രപ്പോസ് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിക്കെതിരെ ഉപയോഗിച്ച വിമർശനം എന്താ? മുസ്ലിം പേരുകാരനായിട്ട് പോലും അദ്ദേഹം മുസ്ലിം എന്നുള്ളതല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാർക്സിസ്റ്റ് ആശയത്തിൻ്റെ ആളാണ് എന്നാണ്. ട്രംപിനെ പോലെ ഇപ്പോൾ ലോകം കാണുന്ന ഏറ്റവും ഭീകരനായ വംശീയവാദിക്ക് പോലും എങ്ങനെയാണ് അമേരിക്ക പോലെ കാര്യമായി രാഷ്ട്രീയ സാന്നിധ്യമില്ലാത്ത മാർക്സിസം, അതിൻ്റെ ആശയാവലി ഏറ്റവും ഭീതി ഉളവാക്കുന്ന ഒന്നായിട്ട് മാറുന്നത്? അതുകൊണ്ടാണല്ലോ മാർക്സിസവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ, അതിന് പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരാളെ മാർക്സിസ്റ്റാണ് എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇങ്ങേ തലക്കലാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ മീഡിയ വൺ ചാനലിൻ്റെ ഇരുട്ടുമുറി സംവിധാനം കൂടിയിട്ടുള്ള സി ദാവൂദ് ഉൾപ്പെടെ നിൽക്കുന്നത്. അപ്പോൾ ആശയത്തെ ആശയപരമായിട്ട് എതിർക്കണം. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ആശയത്തെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ആശയപരമായ ചെറുത്തുനിൽപ്പ് ഉയർത്തുന്നതിനു പകരം എല്ലാ വംശീയവാദികളും ചെയ്യുന്നത് പോലെ, എല്ലാ വർഗീയവാദികളുടെയും അവസാനത്തെ അടവ് പോലെ കള്ളപ്രചരണങ്ങൾ നടത്തുക. അത് ഗീബൽസിൻ്റെ കാലം തൊട്ട് ഉള്ളതാണ്. ജർമ്മനിയിൽ നാസി ഭീകരതയുടെ കാലത്ത് അതാണ് ചെയ്തത്, കള്ളം പറയുക എന്നുള്ളത്. നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളം 100 തവണയെങ്കിലും ആവർത്തിച്ചാൽ അത് സത്യമല്ലേ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. സത്യമല്ല, പക്ഷെ അങ്ങനെയാണ് എന്ന് തോന്നിപ്പോകും. അമ്മട്ടിലുള്ള ഗീബൽസിയൻ തന്ത്രമാണ് CPIM-നെതിരായി ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഭാഗമായിട്ട് മീഡിയ വൺ സി ദാവൂദ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ള പ്രസ്താവന, നിയമസഭയിലെ പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഈ വെറുതെ അങ്ങ് കവലയിൽ നടത്തുന്ന പ്രസംഗമല്ലല്ലോ. അന്നത്തെ കാലത്ത് പോലും അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. അവിടെ പറയുന്ന ഓരോ വാക്കും രേഖപ്പെടുത്തി വെക്കുന്നതാണ്. 96, 2001 കാലത്ത് വണ്ടൂർ MLA ആയിരുന്ന CPIM നേതാവ് സഖാവ് N കണ്ണൻ നടത്തിയിട്ടുള്ള പ്രസംഗം നിയമസഭാ രേഖകളിൽ ലഭ്യമാണ്. ദാവൂദിന് ഈ നിയമസഭാ പ്രസംഗത്തെ വിമർശിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താ? അന്നത്തെ ആ നിയമസഭാ പ്രസംഗത്തിൻ്റെ കോപ്പി സംഘടിപ്പിക്കുക. അത് കിട്ടുന്നതിന് ഒരു പ്രയാസവുമില്ലല്ലോ. വിവരാവകാശ നിയമപ്രകാരം വളരെ എളുപ്പം കിട്ടും. അതല്ലാതെ ആർക്കും അവിടെ കാണും. നിയമസഭാ ലൈബ്രറി ഓപ്പൺ ലൈബ്രറിയാണ്. അവിടെ പോയാൽ ആർക്കും അത് ലഭിക്കും, ഏത് ലേമേനും ലഭിക്കും. അങ്ങനെ ലഭിക്കുമെന്നിരിക്കെ ഇത്രയേറെ സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകനായ ദാവൂദിന് ആ പ്രസംഗം എടുത്ത് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് സഖാവ് N കണ്ണൻ പറഞ്ഞത്, അതിൽ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കട്ടെ. ശ്രീ VPP മുസ്തഫ, അതിൽ സംഭവിച്ചത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു ആ വീഡിയോയുടെ ഭാഗമായി ആ സബ്മിഷൻ, ആ രേഖ കാട്ടുന്നുണ്ട്. ആ രേഖയിൽ താങ്കൾ പറഞ്ഞതുപോലെ അത് കൃത്യമായി വായിച്ചാൽ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാം. പക്ഷെ അവിടെ സംഭവിച്ചത് അതിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി മറ്റു ചിലത് കൂട്ടിച്ചേർത്തു. അതായത് NDF-നെ കുറിച്ചുള്ള ആരോപണം, ആക്ഷേപം വെട്ടിമാറ്റി അത് മലപ്പുറത്തിൻ്റെതാണെന്ന് ചേർത്ത് വെച്ച് അതിന്റെ തുടർച്ചയായുള്ള ഭാഗം അദ്ദേഹം പരാമർശിക്കുന്നില്ല. അപ്പോൾ കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും കണ്ണനിതാ മലപ്പുറത്തെ അതുവഴി മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വ്യാജ നിർമ്മിതിയായിരുന്നു അത്, അല്ലാതെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ല. അവ കള്ള പ്രസ്താവന നടത്തുക മാത്രമല്ല, കള്ള രേഖ നിർമ്മിക്കുകയും കൂടി ചെയ്തു. നിങ്ങൾ നോക്കൂ, നിയമസഭാ രേഖ പോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് അതിനകത്ത് തിരുത്തൽ വരുത്തി അത് ഫേക്ക് ഡോക്യുമെന്റ് ആക്കി മാറ്റി. അപ്പൊ എത്ര വലിയ ഭീകര പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതൊരു സാധാരണ പ്രവർത്തനമല്ലല്ലോ. ഒരു മാധ്യമ പ്രവർത്തകൻ അയാൾ ഒരു ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു മതവാദ സംഘടനയുടെ, മതരാഷ്ട്ര സംഘടനയുടെ ആളുമായിരിക്കുന്നു. അദ്ദേഹത്തിന് എതിർപ്പുള്ള ഒരു രാഷ്ട്രീയത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വിയോജിപ്പുള്ള ഒരു രാഷ്ട്രീയത്തെ വിമർശിക്കാൻ വേണ്ടി കള്ള പ്രസ്താവന നടത്തുകയും നിയമസഭാ രേഖ പോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റിനെ വക്രീകരിച്ച് വ്യാജ നിർമ്മിതി നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഭീകരവാദ പ്രവർത്തനമല്ലാതെ മറ്റെന്താണ്? തീർച്ചയായും അവിടെയാണ് പ്രശ്നം. ഞാൻ മടങ്ങി വരാം. CPIM-ന്റെ നിയമസഭയിലെ മുസ്ലിം വിരുദ്ധ പ്രചാരണം തുറന്നുകാട്ടിയതാണ് ദാവൂദിനെ വേട്ടയാടുന്നത്. ഒരു UDF നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നത് ഇന്നത്തെ അവരുടെയൊക്കെ പ്രതികരണമായി കാണുന്ന വാചകമാണ്. നോക്കൂ, NDF-നെയാണ് വിമർശിക്കുന്നത് കണ്ണൻ നിയമസഭയിൽ. ആ രേഖയിൽ അത് പൂർണ്ണമായും ഉണ്ട്. അങ്ങനെ NDF എന്ന വർഗീയപരമായ സംഘടനയെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം വിമർശനവും മലപ്പുറം വിരോധവും ഒക്കെ ആകുന്നത്? അല്ല, എനിക്ക് ആദ്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, അസിത, കേരളത്തിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി അത് CPM തന്നെയാണ്. ആ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ചാനൽ കൈരളി ഉൾപ്പെടെ ഒരു മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് അതിന് വിമർശിക്കാൻ അവകാശമില്ലേ? നിങ്ങൾ ആശയപരമായി ആദർശപരം ഇത്ര പാപ്പരത്വം CPM-ന് നേരിടേണ്ടി വന്നോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തു പറ്റി? 2026 തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെടുമെന്നുള്ള എന്തെങ്കിലും മുൻകൂട്ടിയുള്ള നിങ്ങൾക്ക് ധാരണ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒന്നുമല്ലാത്ത, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും സംഘടനാ നേതാവോ അല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ അദ്ദേഹത്തിന് നിയമസഭാ രേഖയിൽ നിന്ന് തോന്നിയിട്ടുള്ള കാര്യത്തെ വിശകലനം ചെയ്തതിന് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ചാനൽ ചർച്ചക്കെടുക്കുന്നു, CPM-ന്റെ സെക്രട്ടറി വിമർശിക്കുന്നു, CPM-ന്റെ താഴേക്കടിയുള്ള പ്രവർത്തകൻ വരെ വളരെ നിശിതമായി വിമർശിക്കുന്നു. വണ്ടൂരിൽ അദ്ദേഹത്തിന് കൈവെട്ടും കാൽവെട്ടും എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്നു. നിങ്ങൾ നോക്ക്, നിങ്ങളും ഈ RSS-ഉം തമ്മിൽ ഇപ്പോൾ എന്ത് വ്യത്യാസമാണ്? പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ്. എന്തിനാണ് അഭിപ്രായ പ്രകടനം നടത്തിയ മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ വേട്ടയാടിയത് എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അല്ല ഷാക്കിർ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സഭാരേഖകളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഏതൊരാൾക്കും, അത് ഞാനാണെങ്കിൽ പോലും ഈ തരത്തിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് അഭിമുഖീകരിക്കേണ്ടി വരും. അതിലെന്താണ് തർക്കമുള്ളത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് വിഷയത്തിലേക്ക് വരാമല്ലോ. വിഷയത്തിലേക്ക് വരാം. ഒരു മിനിറ്റ് ഷാക്കിർ, ഞാൻ വരാം. ഷാക്കിറിലേക്ക് തന്നെയാണ് വരുന്നത്. നോക്കൂ, അന്ന് N കണ്ണൻ നിയമസഭയിൽ ആ വിഷയം പറയുന്നത് തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പെഷ്യൽ മാരേജിന്റെ പേരിൽ, ഒരു സ്പെഷ്യൽ മാരേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് മുതൽ അദ്ദേഹം ഇങ്ങോട്ട്, എൻ്റെ കയ്യിൽ ആ രേഖയുണ്ട്, അതിപ്പോൾ എല്ലാവരും വായിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് കൃത്യമായി വായിക്കണം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ വായിക്കാം. എന്തായാലും അതിനെക്കുറിച്ചാണ് N കണ്ണൻ പറയുന്നത്. അതിന്റെ തുടർച്ചയായി NDF ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ C ദാവൂദ് ആ വീഡിയോയിൽ ഏറ്റവും അവസാനം പറയുന്നത് പോലെ ഈ കടകളിൽ ക്രിസ്ത്യാനികൾ സ്റ്റാർ വാങ്ങുന്നതിനെ കുറിച്ചും അയ്യപ്പ സീസണിൽ ഹിന്ദുക്കൾ കറുത്ത വസ്ത്രം വാങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നത് NDF അങ്ങനെ പറയുന്നു. NDF-ന്റെ വെർഷനായിട്ടാണ് അത് പറയുന്നത്. പക്ഷെ ദാവൂദ് എന്താണ് ചെയ്യുന്നത്? അത് കണ്ണൻ പറഞ്ഞ മാതിരി അവതരിപ്പിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഷാക്കിർ? അതിലെന്താണ് തർക്കമുള്ളത്? നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കണം. നിങ്ങൾ VPP ഉത്സവം പറഞ്ഞ് ഇടപെട്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറയാം. അതായത് ഇനി ദാവൂദ് പറഞ്ഞത് വസ്തുതാപരമായ പിശകാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ, ഞാനൊക്കെ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ CPM-കാരല്ലാത്ത എല്ലാവരും മനസ്സിലാക്കിയത് ദാവൂദ് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ വാദം ശരിവെച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രധാന പാർട്ടി ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ നിങ്ങളടുത്ത് ചാനലുണ്ട്, നിങ്ങളടുത്ത് സംവിധാനങ്ങളുണ്ട്, നിങ്ങളടുത്ത് പലജാതി ഓപ്ഷനുകളുണ്ട്. അതിന് പകരമായി ഒരു തരം ഫാഷിസം, ഗുണ്ടായിസം കാണിക്കുന്നത് ശരിയാണോ? മറ്റൊരു കാര്യം ചോദിക്കും. ഇപ്പോൾ അസിത പറഞ്ഞൊരു കാര്യമില്ലേ, 99 മാർച്ച് 26 മലപ്പുറത്തെ മാധ്യമങ്ങളും മാതൃഭൂമി, മനോരമ ഉൾപ്പെടെയില്ലേ കേരളത്തിലെ ചില പത്രങ്ങളും ഈ N കണ്ണന്റെ വിവാദമായ നിയമസഭയിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അതിന് പ്രസിഡന്റ് ലവ്ലി ഹംസാജിയുടെ പ്രസ്താവന എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കണം, അന്ന് C ദാവൂദ് ഈ വിഷയം അഡ്രസ് ചെയ്തിട്ടില്ല, ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അന്ന് ആരും ഇത് വിവാദമാക്കിയിട്ടില്ല. അന്ന് സോഷ്യൽ മീഡിയകൾ ഇല്ലാത്തൊരു കാലത്ത്, ചാനലുകളും ഇത്രത്തോളം ആയിട്ടില്ലാത്തൊരു കാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ലവ്ലി ഹംസാജി ഇപ്പോഴുടെ പ്രസ്താവന എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ കടകളിൽ കറുത്ത തുണി വിൽക്കാൻ പാടില്ല എന്ന് ഒരു തീവ്രവാദ സംഘടനയുടെ ഭീഷണി ഉണ്ട് എന്ന് N കണ്ണൻ നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ ഒരു ഭീഷണി മലപ്പുറം ജില്ലയിലെ ഒരു കടകളിലും ആരും നൽകിയിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശം വണ്ടൂരിലെ MLA നടത്തിയത് എന്ന് അദ്ദേഹം വിശദമാക്കേണ്ടതുണ്ട്. അദ്ദേഹം മാപ്പ് പറയേണ്ടതുണ്ട് എന്ന് 1999 മാർച്ച് 26 മലപ്പുറം ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ലവ്ലി ഹംസാജി പ്രസ്താവന നടത്തിയത്. ഇപ്പോഴും ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടല്ലോ, പത്ര കട്ടിങ്, അത് ചന്ദ്രികയോ വേറെ ഏതെങ്കിലും പത്രങ്ങളോ അല്ല, മാധ്യമമോ അല്ല, മറിച്ച് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാവൂദാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്?
അസിത മനസ്സിലാക്കേണ്ടത് അന്ന് മുഖ്യമന്ത്രി നായനാർക്ക് വേണ്ടി ധനകാര്യമന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ കൊടുത്ത മറുപടിയുണ്ട്. അതും ലഭ്യമാണല്ലോ. അസിത വായിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. ആ മറുപടിയിൽ പറയുന്നത് എന്താണ്? ഒരു മിനിറ്റ് പറയട്ടെ പ്ലീസ്. ഇപ്പോൾ ഷാക്കിർ പോലും പറയുന്നത് എന്താണ്? അല്ല ഷാക്കിർ, ഷാക്കിർ പോലും പറയുന്നത്, ഇപ്പോൾ ഷാക്കിർ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഷാക്കിർ പോലും പറയുന്നത് അന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടേതായി വന്ന പ്രതികരണത്തിൽ പോലും ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗത്തു നിന്ന്, അത് NDF ആണ്, NDFന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിലക്കുണ്ടായിട്ടില്ല എന്നവർ പറയുന്നതായാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോൾ തന്നെ ക്ലിയർ ആണ്. അപ്പോൾ അത് കണ്ണന്റെ പ്രസ്താവനയല്ല, NDFന്റേതാണ്. അപ്പോൾ അതേ പ്രശ്നം. പക്ഷെ ദാവൂദ് അതിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? സി ദാവൂദ് അതിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത് ഷാക്കിർ? അതാണല്ലോ പ്രശ്നം. ഒരു മിനിറ്റ്. ഇപ്പൊ അസിത, നിങ്ങൾ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യല്ലേ? അന്ന് വ്യാപാരി വ്യവസായി പറഞ്ഞതും ഇന്ന് ദാവൂദ് പറഞ്ഞതും അനാവശ്യമായി ഒരു വർഗീയ പരാമർശം ശ്രീ N കണ്ണൻ അന്ന് നിയമസഭയിൽ കൊണ്ടുവന്നു. അതാണ് പ്രശ്നം. എന്തിനാണ് ഇല്ലാത്തൊരു സംഗതി പറഞ്ഞത് എന്നാണ് ലൗലി ഹംസാജി അന്ന് വ്യാപാരി വ്യവസായി ചോദിച്ചത്. അതേ സംഗതിയാണ് ഇന്ന് SFIയുടെ പഴയ നേതാവ് സീനിയർ മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം. ഈ 1980-കൾ മുതൽ ഈ സമ്പ്രദായത്തിലെ CPMന്റെ ചില നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറികൾക്ക് പറയാണ്, ഞങ്ങൾ CPM ഒരു വർഗീയ സംഘടനയാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ CPMന്റെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പ്രസ്താവനകളും ചില നിലപാടുകളും RSSനെ തോൽപ്പിക്കുന്നതാണ്. അത് പറയുന്നവരോട് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസത്തിലേക്കോ മാർക്സിസത്തിലേക്കോ വന്നാൽ ഞങ്ങൾക്ക് മറ്റാർക്കോ പരാതി ഉണ്ടാവില്ല ആ വിഷയത്തിൽ. നിങ്ങൾ വർഗീയ പരാമർശം A വിജയരാഘവൻ, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, ഒടുവിൽ പിണറായി വിജയൻ ഹിന്ദുവിന്, ഇപ്പോൾ അനിൽകുമാർ മലപ്പുറത്തെ കുട്ടികളെ തട്ടമഴിച്ചത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പ്രസംഗിച്ചത് അത് NDFനെ കുറിച്ചാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ വിഷയത്തെ കൃത്യമായി പറയൂ. അല്ലെങ്കിൽ CPMന്റെ ഇത്തരത്തിൽ വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്ന നേതാക്കന്മാർ നിങ്ങൾ പറയൂ. നിങ്ങൾ വർഗീയത പ്രചരിപ്പിക്കരുത്, വർഗീയത പറയരുത്. അത് തിരുത്താൻ കഴിയില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ആശയ സംവാദം നടക്കണം. നിങ്ങൾ മാധ്യമ പ്രവർത്തിപ്പോൾ അസിതയുടെ പിന്നെ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു വിഷയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വേറൊരാൾ നാളെ വന്നിട്ട് അസിതയുടെ കാല് വെട്ടുന്ന തെരുവിൽ മുദ്രാവാക്യം വിളിക്കണം. ചരിത്രം ഉൾപ്പെടെ പറഞ്ഞു, ഞാൻ അതൊക്കെ കേൾക്കുകയും ചെയ്തു. എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ഷാക്കിർ. ആ വിഷയത്തിൽ N കണ്ണൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത് NDFനെ കോട്ട് ചെയ്താണ്, NDF എന്ന സംഘടനയെ കുറിച്ചാണ്. വ്യാപാരി വ്യവസായിയിലെ ഏതോ ഒരു വിഭാഗം അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭീഷണി നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് പത്രത്തിൽ വരികയും ചെയ്തു, വാസ്തവമാണ്. പക്ഷേ അന്ന് ഈ പറയുന്ന തരത്തിൽ മലപ്പുറത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായ ആളുകൾക്ക് നേരിടേണ്ടി വന്ന ഭീഷണികൾ, അവർക്ക് സാക്ഷികളായി ഒപ്പിട്ടവർ നേരിടേണ്ടുന്ന ഭീഷണികൾ, ഇതൊക്കെയും NDFന്റെ ഭാഗത്തു നിന്നായിരുന്നു ഷാക്കിർ. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. NDF എന്ന വർഗീയ സംഘടന, വർഗീയ പാർട്ടി മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ് സി കണ്ണൻ പറയുന്നത്. ആ വിഷയത്തിൽ എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. അതിനെയാണല്ലോ സി ദാവൂദ് സി കണ്ണൻ പറഞ്ഞു എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്നത്. അതെങ്ങനെ ശരിയാകും ഷാക്കിർ? അത്രമേ ഉള്ളൂ ചോദ്യം, ലളിതമാണ്. അതായത് നിങ്ങൾ അസിത ആ പ്രസംഗം മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടോ? മുഴുവനായി വായിച്ചിട്ടില്ലേ? ലഭ്യമാണല്ലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിൽ NDFന്റെ പരാമർശം മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ കറുത്ത തുണിയുണ്ട്, ക്രിസ്ത്യാനികളുടെ ആഘോഷവുമായി ഒരു മിനിറ്റ് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ CPMന്റെ മുഖ്യമന്ത്രിയാണല്ലോ ശ്രീ EK നായനാർ. അദ്ദേഹത്തിന്റെ നിയമസഭാ മറുപടിയിൽ അദ്ദേഹത്തിന് വേണ്ടി മറുപടി പറഞ്ഞ അന്നത്തെ ധനകാര്യമന്ത്രി ശിവദാസ മേനോൻ പറയുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനെ, RSSനെ, ശിവസേനയെ, NDFനെ, അതുപോലെ തന്നെ PDPയെ, ഇങ്ങനെ 6 സംഘടനകളെ പറയുന്നുണ്ട്. എന്തേ NDFന് മാത്രം പറയാതിരുന്നത്? കണ്ണന്റെ പരാമർശം ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് പറയാം, ഞാൻ ദാവൂദിന്റെ വക്താവല്ല. എനിക്ക് പറയാം മുസ്ലിം ലീഗിനെ കുറിച്ച് അല്ലല്ല, NDFനോട് ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് ശക്തമായി എതിർക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ. അന്നും ഇന്നും ഇല്ല ഒരു കോംപ്രമൈസും. കൃത്യമായി എതിർക്കുന്നുണ്ട്. അങ്ങനെ എതിർത്ത മറ്റൊരു നേതാവ് നിയമസഭയിൽ NDFനെ നിശിതമായി വിമർശിക്കുന്നു. അത് സഭാരേഖയിലുണ്ട്. അതിനെ വളച്ചൊടിച്ചൊരു മാധ്യമ പ്രവർത്തകൻ മറ്റു ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഇതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അല്ല അസിത, NDFനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം. അവിടെയാണ് പോയിന്റ്. അല്ല, മലപ്പുറത്ത് NDF പ്രവർത്തിച്ചിരുന്നതാണോ വസ്തുതാവിരുദ്ധമായ കാര്യം? അതോ NDF മലപ്പുറത്തെ കടകളിൽ അങ്ങനെ NDF മലപ്പുറത്തും മറ്റു പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NDFന്റെ പ്രവർത്തനങ്ങളോട് യോജിപ്പില്ല, അതിന് ശക്തമായി തള്ളിക്കളയാനും അതിനെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും പ്രവർത്തിച്ചിരുന്നു. അതിനെ വിമർശിക്കുകയും തള്ളിക്കളയുകയും അല്ലേ N കണ്ണനും ചെയ്തത്?
അല്ല, കൂട്ടത്ത് വേറെ പണിയും കൂടി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതേ മലപ്പുറത്തെ കടകളിൽ കറുത്ത തുണി വിൽക്കാൻ പാടില്ല എന്ന് ഇല്ലാത്ത കഥ പറഞ്ഞല്ലോ. ശരി, ഞാൻ അത് വായിക്കാം. അതൊരു വലിയ രേഖയാണ്. മുഴുവൻ വായിക്കേണ്ടതുണ്ടോ എന്ന് ഞാനെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായ രണ്ടുപേരുടെ കാര്യം പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ സാക്ഷികളായി ഒപ്പിട്ട ആളുകൾക്ക് നേരിടേണ്ടി വന്ന ഭീഷണിയെക്കുറിച്ചും പറയുന്നു. അതിനുശേഷം NDF എന്ന തീവ്രവാദി സംഘടനയാണ് ഇതിന്റെ പുറകിലെന്നാണ് പറയുന്നത്. അടുത്ത കാലത്തായി മലപ്പുറം ജില്ലയിൽ തന്നെ അനാശാസ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്ന 2 സ്ത്രീകളെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് അവർക്ക് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല. ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് NDF-നെ കുറിച്ചാണ്. അതിൽ എന്താണ് സംശയമുള്ളത് ഷാക്കിർ? അത് കണ്ണന്റെ പ്രസ്താവനയായി വളച്ചൊടിച്ച ദാവൂദ് ചെയ്തത് എന്താണോ അത് തന്നെയാണല്ലോ ഇപ്പോൾ ഷാക്കിറും ചെയ്യുന്നത്. ഞാൻ മടങ്ങി വരാം. ശ്രീ M ജയചന്ദ്രൻ, അതിനുശേഷം മുഖ്യമന്ത്രി ശ്രീ M ജയചന്ദ്രൻ നോക്കൂ. അപ്പോൾ ഞാൻ വായിച്ച പരാമർശത്തെ തുടർന്ന് വീണ്ടും ആ സഭാരേഖയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രീ M ജയചന്ദ്രൻ, താങ്കൾ അത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. അതിൽ കൃത്യമായി ഏറ്റവും അവസാനം ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ഭീകരത എങ്ങനെ ഭൂരിപക്ഷ ഭീകരതയ്ക്ക് വളമാകുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുമുണ്ട്. ഷാക്കിർ പറഞ്ഞത് ശരിയാണ്. അടുത്ത ദിവസം ചില പത്രങ്ങളിൽ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തുനിന്ന് ചില ആളുകൾ ഈ നിലയിൽ അങ്ങനെയില്ല, ഞങ്ങൾ ആരും വിലക്കിയിട്ടില്ല എന്നൊരു പത്ര കട്ടിംഗ് വന്നു. അത് ശരിയാണ് എന്നുള്ളത് കൊണ്ട് കണ്ണൻ പറഞ്ഞതിനെ പൂർണ്ണമായും റദ്ദ് ചെയ്യപ്പെടാൻ എങ്ങനെ സാധിക്കും? അസിത, ഈ പ്രശ്നത്തിൽ നമ്മൾ കാണേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു ഫേസ് ഉണ്ട് ഇതിന്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലോ, ഹിന്ദു സമൂഹത്തെ വിമർശിച്ചാൽ അല്ലെങ്കിൽ RSSനെ വിമർശിച്ചാൽ അത് ഹൈന്ദവ ജനതയെ ഹിന്ദു സമൂഹത്തെ വിമർശിക്കുന്നത് തുല്യമാണ് എന്നാണ് അവർ അതിനെ സമീകരിക്കുന്നത്. RSS BJP ഹാൻഡിലുകളെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി, പിന്നെ നിരോധിക്കപ്പെട്ട PFI എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI, പഴയ NDF, ഇടയ്ക്ക് വന്ന വെൽഫെയർ പാർട്ടി, 2013 വെൽഫെയർ പാർട്ടി, ഇവരെയൊക്കെ വിമർശിച്ചാൽ അത് മുസ്ലിം ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വിമർശിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇവർ ഇപ്പോൾ കൊണ്ടുവരുന്ന നെറേറ്റീവ്. ഈ 2 കാര്യങ്ങളും കേരളീയ സമൂഹത്തിൽ വളരെ ശക്തിയായി നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ കാണേണ്ടതും വിമർശിക്കേണ്ടതും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ഈ NDF നിലവിലില്ല, അത് കഴിഞ്ഞു പോയതാണ്. പക്ഷേ ഇപ്പോൾ ഷാക്കിർ പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഷാക്കിർ ക്ഷോഭിച്ച് അല്ലെങ്കിൽ വിക്ഷോഭത്തോടെ, മാനസിക വിക്ഷോഭത്തോടെ സംസാരിച്ചല്ലോ. വാസ്തവത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയ പ്രാതിനിധ്യമുള്ള, റെപ്രസെൻറ്റേഷനുള്ള പാർട്ടി എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അവർക്കിതിൻ്റെ പൊസിഷൻ എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇവർ പറയുന്ന പഴയ NDF, പിന്നീട് വന്ന PFI, പിന്നീട് വന്ന വെൽഫെയർ പാർട്ടി, SDPI, ഇതെല്ലാം മുമ്പോട്ട് വെക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ തീവ്രവാദമാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ലീഗിന്? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാവുമെന്ന്. പക്ഷെ അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? വെൽഫെയർ പാർട്ടി ഇത്തവണ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ? അതിൻ്റെ എക്സ്റ്റൻഷൻ വരാൻ പോകുന്നു അസംബ്ലി ഇലക്ഷനിൽ. അവരെ UDFൻ്റെ ഘടകകക്ഷിയായി അസംബ്ലി ഇലക്ഷനിലേക്ക് ചേർക്കാൻ പോകുന്നു. ഇതാണ് ഇവരുടെ അസ്തിത്വ പ്രതിസന്ധി. അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഷാക്കിറിനെ പോലുള്ളൊരു നേതാവിന് പറയാൻ കഴിയുക ഇവർ കുഴപ്പക്കാരാണെന്ന്? പറയാൻ കഴിയില്ല. ഇപ്പോൾ ദാവൂദ് എന്ന മാധ്യമപ്രവർത്തകൻ്റെ കാര്യമായിട്ടാണ് ഷാക്കിർ ഇവിടെ അവതരിപ്പിക്കുന്നത്. എത്രമേൽ വിചിത്രമായ വാദമാണ് ഷാക്കിർ താങ്കൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ പറയുന്നതിലൂടെ. ദാവൂദ് ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ അല്ല. ദാവൂദ് ഉന്നയിക്കുന്നത് NDFൻ്റെ പ്രശ്നം എടുത്തുകൊണ്ടെന്ന് വെറുതെയാണോ? NDF ഇല്ലെന്ന് ദാവൂദിനറിയാം, ഇത് ചർച്ച ചെയ്യുന്ന ഷാക്കിറിനറിയാം, വീട്ടിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, കൈരളിയുടെ പ്രേക്ഷകർക്ക് മുഴുവൻ മനസ്സിലാവും ഇപ്പോൾ ഇല്ലയെന്ന്. പിന്നീട് എന്താണ് 2006 ഉണ്ടായത്? എന്താണ് അതും അറിയാമല്ലോ. ആ 2006 ഉണ്ടായ പ്രസ്ഥാനമാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിന് നിരോധിച്ചതെന്നാണ് 2022 സെപ്റ്റംബർ 21 നിരോധിച്ചത്, ഇല്ലേ? അതിൻ്റെ അനുബന്ധ സംഘടനകളായിട്ടുള്ള ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്ന്, അതിനെ അങ്ങനെയല്ലേ കാണേണ്ടത്? ഈ ഞാൻ പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായ തീവ്രവാദം എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്നവർ അതൊരു നെറ്റ്വർക്കിലാണ്. ആ നെറ്റ്വർക്കിൽ അകപ്പെട്ട് നിൽക്കുന്ന, പ്രതികരിക്കാൻ കഴിയാതായിരിക്കുന്ന മുസ്ലിം ലീഗിനെയാണ് നമ്മൾ കാണുന്നത്.
അവിടെ എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? മറ്റേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പിന്നെ BJPയെയും RSSനെയും വിമർശിച്ചാൽ അത് ഹൈന്ദവ ജനതയെ വിമർശിക്കുന്നതാണെന്ന് പെട്ടെന്ന് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഈ പിന്നെ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്നെ വെൽഫെയർ പാർട്ടി വിമർശിച്ചാൽ അത് പെട്ടെന്ന് മുസ്ലിം സമുദായത്തിനെ മൊത്തം വിമർശിക്കുന്നതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ നടപടി. രണ്ടും ഒരേപോലെ അപകടകരമാണല്ലോ സമൂഹത്തിൽ. ആ പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ PFI നിരോധിച്ചതിന് ശേഷം PFI പുതിയ എത്രയോ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. 13,000 കേസുകളാണ് പഴയ PFI പിന്നെ പ്രവർത്തകരുടെ പേരിൽ മൊത്തത്തിലുള്ളത്. 1300 13,000 കേസുകൾ ആണുള്ളത്, ഇല്ലേ? അത് അറിയാൻ വയ്യാത്ത ആളാണോ മുസ്ലിം ലീഗിൻ്റെ നേതാവായ ഷാക്കിർ? അല്ലല്ലോ. പക്ഷേ ഇവരെ ഒറ്റ നെറ്റ്വർക്കിലാണ് നിൽക്കുന്നതെന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞതിൻ്റെ അകത്ത് അതാണ് അത്തരം കാര്യങ്ങളാണ് അടങ്ങുന്നത്. അതല്ലാതെ പിന്നെ അന്നത്തെ MLA ആയിരുന്ന 96 MLA ആയിരുന്ന കണ്ണൻ അസംബ്ലിയിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലല്ല ഈ ചർച്ച. ചർച്ചയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ദാവൂദ് ഉന്നയിച്ചിട്ടുള്ളത് ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ NDFന്റെ കാര്യം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതല്ല പ്രശ്നം. ഇത് മുസ്ലിങ്ങളെ പിന്നെ ഇവരെ വിമർശിച്ചാൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്നതാണ് എന്നാണല്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഇക്വേഷൻ. അതാണല്ലോ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യാനായിട്ടാണ് അവിടെ മുതലേ പിടിക്കുന്നത്. അതാണല്ലോ പ്രശ്നം. ആ പ്രശ്നമാണ് ഗൗരവമായി കേരളം കാണേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിത അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇതിനോടൊപ്പം നിരോധിച്ച എത്ര സംഘടനകളുണ്ടെന്ന് അറിയുമോ? 10ഓളം സംഘടനകളാണ് PFIക്കൊപ്പം നിരോധിച്ചത്. വനിതാ സംഘടനകൾ അടക്കം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് പ്രസ്ഥാനങ്ങൾ അടക്കം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള അവരുടെ ഒരു പട്ടിക തന്നെ ഞാൻ പറയേണ്ടി വന്നാൽ പറഞ്ഞോളാം, അത് കുഴപ്പമൊന്നുമില്ല. ആ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. അപ്പം അത്തരത്തിൽ കേരളത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു കണ്ണൻ അങ്ങനെ അസംബ്ലി പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലല്ല അസിത. NDFന്റെ അന്നത്തെ ചരിത്രം പറയുന്നത് ഇന്നത് കൂട്ടിക്കെട്ടാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ഈ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ളതെല്ലാം മേമ്പൊടികളാണ്. വരുന്നതാണ്. ഇവരെ ആരെയും വിമർശിക്കാൻ പാടില്ല. വിമർശനാതീതമായിട്ട് നിൽക്കേണ്ടവരാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ. ശരി ശരി, ഞാൻ മടങ്ങി വരാം. VPP മുസ്തഫയിലേക്കാണ് ചോദ്യം. അതിന് മുൻപ് ശ്രീ C ദാവൂദ് പറഞ്ഞ ആ വാചകം ഒന്ന് കേൾക്കാം. 1996 മുതൽ 2001 വരെ N. കണ്ണൻ എന്ന CPM നേതാവാണ് ആ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത്. 1999 മാർച്ച് 23 അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. ആ സബ്മിഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല. ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഭ അതിന്റെ തുടർച്ചയിൽ N. കണ്ണൻ സഭയിൽ പറയുന്നു, ആ രൂപത്തിൽ സൗഹാർദ്ദപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ വർഗീയ സംഘടന NDF. അതായത് എന്താണ് സഭയിൽ കണ്ണൻ പറഞ്ഞതെന്നുള്ളത് ദാവൂദിന് അറിയാം. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ദാവൂദ് ആ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്ന മറ്റൊരു വാചകമുണ്ട്. 2025 K. സുരേന്ദ്രൻ BJPയുടെ നേതാവ് മുസ്ലിങ്ങളെ ഈ നിലയിൽ വിമർശിക്കുന്നത്. പക്ഷെ അതിനേക്കാളും മുൻപ് CPIM നേതാവായ കണ്ണൻ വിമർശിച്ചു വരുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ ഇത്ര വേഗം എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ശ്രീ VPP മുസ്തഫ, ഇത് നിയമസഭയിൽ വന്നതാണ്, സബ്മിഷനാണ്, നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള ഒരു കാര്യത്തെ ഇത്ര വേഗം അത് പൊളിഞ്ഞു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് പോലും ഇത്ര വലിയ ഒരു വർഗീയ ചേരിതിരി ഉണ്ടാക്കാനുള്ള ശ്രമം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് അവർക്കുള്ള ബലം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധി കാണിക്കുന്ന ആവേശമാണ്. ദാവൂദ് ഇതാ കണ്ടില്ലേ, നമ്മൾ വളരെ നമ്മുടെ മുമ്പിൽ നഗ്നമായി തുറന്നു കാണിക്കപ്പെടുകയല്ലേ. ഒരു നിയമസഭാ പ്രസംഗത്തിൽ അവിടെ സബ്മിഷനായി മലപ്പുറം ജില്ലയിൽ NDF എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നടത്തുന്ന പ്രചരണം പ്രവർത്തനം അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. NDFനെ എടുത്തു പറയുന്നു, അതങ്ങനെ തന്നെ വിശദീകരിക്കുന്നു. കണ്ണന്റെ പ്രസംഗത്തിൽ NDFനെ തന്നെയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിരിക്കെ എന്തേ ദാവൂദ് അത് ഉദ്ധരിക്കുമ്പോൾ NDF എന്ന് പറയുന്ന പേര് പറയുന്നില്ല, NDF എന്ന് പറയുന്ന പരാമർശം ദാവൂദ് നടത്തുന്നില്ല? അപ്പൊ ദാവൂദല്ലേ ഈ കള്ളത്തരം കാണിക്കുന്നത്? ദാവൂദ് കള്ളത്തരം കാണിച്ചതിന് നായനാരുടെയും ശിവദാസ മേനോന്റെയും പേര് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? N. കണ്ണന്റെ പ്രസംഗമല്ലേ ദാവൂദ് ഉദ്ധരിച്ചത്?
നായനാരുടെയും ശിവദാസമേനോന്റെയും പ്രസംഗമല്ലല്ലോ. അപ്പൊ ദാവൂദ് ഉദ്ധരിച്ചത് എൻകണ്ണന്റെ പ്രസംഗമാണെങ്കിൽ ആ എൻകണ്ണം പറഞ്ഞ, വിമർശിച്ച, ആക്ഷേപിച്ച NDF-ന്റെ പേര് എന്തേ സീതാബൂദ് പറയാത്തത്? അതല്ലേ മുസ്ലിം ലീഗ് പ്രതിനിധി പറയേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. അത് പറയാതെ NDF എന്ന് പറയുന്ന ഭാഗം മറച്ചു വെച്ചിട്ട് CPM നേതാവായ എൻകണ്ണൻ മലപ്പുറം ജില്ലയെയും അവിടുത്തെ മുസ്ലിം സമൂഹത്തെയും ആകെ ആക്ഷേപിച്ചു എന്ന് വരുത്തി തീർത്ത് CPIM ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ ഒരു നരേഷൻ കൊടുക്കാനല്ലേ ശ്രമിച്ചത്? ആ നരേഷനല്ലേ ഇപ്പോ ലീഗ് പ്രതിനിധി ഏറ്റുപിടിച്ചത്. ഇതാ CPM-ന്റെ കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, ഇനിയിപ്പോ എണ്ണം പേര് ബാക്കിയില്ല. MA ബേബിയുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പിന്നെ കടുത്ത CPM മുസ്ലിം വിരോധികളാണ്, അവരെല്ലാം മുസ്ലിങ്ങളെ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് അടച്ചങ്ങ് പ്രസംഗിച്ചിരിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? ലീഗ് ജമാഅത്തെ ഇസ്ലാമി വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലീഗിന് നേരത്തെ അതൊരു പിന്നെ മതസംഘടനയാണെങ്കിൽ പോലും, മതരാഷ്ട്രീയ സംഘടനയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു സെക്കുലർ ഫാബ്രിക് ഉണ്ടായിരുന്നു നേരത്തെ. ആ സെക്കുലർ ഫാബ്രിക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ ഇടതുപക്ഷവുമായിട്ട് പോലും കൂട്ടുകൂടാൻ സന്നദ്ധമായിരുന്നത്. പക്ഷേ സമീപകാലത്ത് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ലീഗിന്റെ ദൈക്ഷണിക മണ്ഡലത്തെ സ്വാധീനിച്ചിരിക്കുന്നത്? അതിന്റെ തെളിവ് നമ്മൾ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനം ഓർമ്മിക്കുമല്ലോ, ഹാഗിയ സോഫിയ പള്ളി വിഷയം. അത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്ന നിലപാടായിരുന്നു. മാധ്യമം പത്രവും ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഹാഗിയ സോഫിയ പ്രശ്നം ചന്ദ്രിക പത്രത്തിൽ പിന്നീട് സാദിഖ് അലി തങ്ങൾ എഴുതിയ ലേഖനത്തിന്റെ ഉള്ളടക്കത്തോടു കൂടി നേരത്തെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ വിഷയത്തെ ആ നിലയിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ അണിനിരക്കുന്ന സുന്നി സാമുദായിക സംഘടനകളോ നേരത്തെയുള്ള ലീഗ് നേതൃത്വമോ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ അമിതമായി ആശ്ലേഷിക്കുന്ന ഇപ്പോഴത്തെ ലീഗ് നേതൃത്വം ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. അതിന് പിന്നെ കീഴടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ലീഗിന്റെ പഴയ സെക്കുലർ ഫാബ്രിക് പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. ആ സെക്കുലർ ഫാബ്രിക് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് CPIM-ന്റെ ഈ നാട് അംഗീകരിക്കുന്ന നേതാക്കളെല്ലാം മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയവരാണ് എന്ന ആക്ഷേപം ഇവിടെ പോലും ലീഗിന്റെ പ്രതിനിധി അല്ല, അദ്ദേഹം അതിൽ പറയുന്നത് എന്താണ്? അടുത്ത ദിവസം ചില വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് NDF അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന വിശദീകരണം വന്നു അത്രേ. അപ്പോൾ കണ്ണൻ പറഞ്ഞത് വാസ്തവ വിരുദ്ധമല്ലേ എന്നുള്ളതാണ്. NDF അങ്ങനെ ചെയ്തിട്ടേ ഇല്ലാത്ത മതസൗഹാർദ്ദം മാത്രം പ്രചരിപ്പിക്കുന്ന സംഘടനയായിരിക്കും അപ്പോൾ? അല്ല, NDF അങ്ങനെയാണ് എന്ന് ലീഗിന് അഭിപ്രായമുണ്ടോ? നാട്ടിൽ ഈ വർഗീയ വിഭജനം ഉണ്ടാക്കാത്ത ഒരു സംഘടനയായിരുന്നു NDF എന്ന് അവർക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ലീഗ് നേതൃത്വം പറയട്ടെ. എന്താണ് അവർ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ആളുകൾക്ക് അറിയാമല്ലോ. എത്ര ഭീകരമായ നിലയിലാണ് അവര് നമ്മുടെ നാട്ടിൽ സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് ആളുകൾക്ക് അറിയാമല്ലോ. തീർച്ചയായും ഞാൻ അവിടെ ഷാക്കിർ കൈ ഉയർത്തുന്നുണ്ട്, നമുക്കതൊന്ന് ചർച്ച ചെയ്തു പോകാം. കണ്ണനെയും പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ. ഷാക്കിർ പറയൂ, അപ്പോൾ NDF അങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കാത്ത, മതവിദ്വേഷം പരത്താത്ത ഒരു സംഘടനയായിരുന്നു എന്നുള്ളതാണോ ലീഗിന്റെ ലൈൻ? ഈ ചർച്ച കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ VPP മുസ്തഫ ഒടുവിൽ സംസാരിച്ചപ്പോൾ ഇത് ഏതൊക്കെ വഴിക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഒന്ന്, NDF ഒരു തീവ്രവാദ സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ VPP മുസ്തഫയെ പോലെയുള്ള CPM നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് NDF-ന്റെ കാലത്തും ഇപ്പൊ ഒടുവിൽ SDP എന്ന പേരിൽ പ്രവർത്തിക്കുന്ന അവരാണെങ്കിലും CPM-നും ഇടതുപക്ഷത്തിനും ഒപ്പമല്ലാതെ മുസ്ലിം ലീഗിനുമായി ഒരു സ്ഥലത്തും കൂട്ടുകൂടിയിട്ടില്ല. ഞാൻ പറയാം, ഇപ്പോഴത്തെ കായിക മന്ത്രി V അബ്ദുറഹിമാൻ SDPI വോട്ട് കൊണ്ടാണ് താനൂരിൽ വിജയിച്ചിട്ടുള്ളത്. എന്റെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ SDPI-യും CPM സഖ്യമായിട്ടാണ് കഴിഞ്ഞ ഭരിച്ചിരുന്നത്. മലപ്പുറം ജില്ല പറപ്പൂർ പഞ്ചായത്തിൽ SDPI വിജയിച്ചത് CPM പിന്തുണയിലാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേരളത്തിലെ ആയിരക്കണക്കിന് ത്രിതല പഞ്ചായത്തുകൾ എവിടെയെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ കോൺഗ്രസോ ഒരു തവണയെങ്കിലും ഇവരുമായി സഖ്യം എന്നുള്ളതാണല്ലോ ലീഗിന്റെ നിലപാട്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയെ വിമർശിച്ചതിന് എന്തിനാണ് ഇപ്പോൾ
അല്ല ലീഗിന് കൊള്ളുന്നില്ല. മുസ്ലിം ലീഗ് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സഹകരിക്കുകയാണ്. CPM കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകന്റെ വാർത്താധിഷ്ഠിത പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു വിശകലനത്തെ ഒരു പ്രധാന പാർട്ടി രാഷ്ട്രീയം ചർച്ച ചെയ്യാനില്ല. കൈരളി പോലെയുള്ള ഒരു ചാനലിൽ ദാവൂദ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഈ രീതിയിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കണ്ണൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നേതാക്കൾക്കാർക്ക് അങ്ങനെയല്ല. കണ്ണൻ കൂടി ചേർന്ന് പോകണം. അതിന് മുൻപ് VPP പറയൂ പെട്ടെന്ന് കമന്റ് എടുത്ത ശേഷം ഞാൻ ശ്രീ കണ്ണനിലേക്ക് പോട്ടെ. മറുപടി പറഞ്ഞോ. അല്ല ഒരു കാര്യം ഇവിടെ സീതാബൂദിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുക. ഈ മീഡിയ വണ്ണിന്റെ സീതാബൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ശൂറ മെമ്പറാ. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ നയപരിപാടികൾ തീരുമാനിക്കുന്ന പരമോന്നത സമിതിയിലെ അംഗമാണ്. അദ്ദേഹം ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനല്ല. അശുതയൊക്കെ പോലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കാത്തൊരു മാധ്യമ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഈ ഇസ്ലാമോഫോബിയയുടെ ആളുകളാണ് പ്രസ്താവന നടത്തുന്നത്. അധികം 2 മാസം മുൻപ് നിലമ്പൂരിലേക്ക് പോയാൽ പോരെ ഷാക്കിർ? അന്ന് ജമാഅത്ത് നിങ്ങൾക്ക് കൊള്ളാമായിരുന്നല്ലോ അല്ലേ? ഞാൻ മടങ്ങി വരാം. ശ്രീ എൻ കണ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ എൻ കണ്ണൻ, ഒരുപാട് നാൾ മുൻപുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രം മറച്ചു വെച്ച് മറ്റൊരു ഭാഗം വളരെ നാൾ മുൻപ് നടന്നൊരു കാര്യമാണ്. താങ്കൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം സഭയിൽ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത്. ആ കാര്യത്തെ ഇപ്പോൾ ഒരു ഭാഗം മാത്രം മറച്ചു വെച്ചുകൊണ്ട് താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും മുസ്ലിങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനം വരികയാണ്. താങ്കൾ കണ്ടിരുന്നു അത്? എങ്ങനെയാണ് ആ വിഷയത്തിലെ പ്രതികരണം? ഞാനത് കണ്ടിരുന്നു. പറയൂ. ഞാനത് കണ്ടു. അപ്പൊ അസംബ്ലിയിൽ സബ്മിഷനായിട്ട് കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അസംബ്ലിയിൽ സബ്മിഷനായിട്ട് കൊണ്ടുവന്ന ആ വിഷയത്തില് ആ സബ്മിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ദാവൂദ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതില് അന്ന് 1999 മാർച്ച് മാസം 23 ആ സബ്മിഷൻ അവതരിപ്പിക്കുന്നത് അസംബ്ലിയിൽ. 99 മാർച്ച് മാസം 23 അവതരിപ്പിക്കുന്ന സബ്മിഷൻ കാലം കഴിഞ്ഞിട്ട് ഏകദേശം 26 കൊല്ലത്തോളായി. 26 കൊല്ലത്തിന്റെ ഇടക്ക് അല്ലെങ്കിൽ ഇപ്പോ പ്രത്യേകിച്ച് നാട്ടിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ നാട്ടിൽ സംഭവിക്കാത്തതിന്റെ ഒരു വിഷയമാണ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് NDF എന്ന് പറയുന്ന തീവ്രവർഗീയ സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ മീഡിയ വണ്ണെന്ന് പൊള്ളിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതെ ശ്രീ കണ്ണൻ, ഞാനത് അല്പം കൂടി താങ്കൾക്ക് അത് വ്യക്തത വരുത്തി തരാം. നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ മീഡിയ വണ്ണും ദാവൂദും ശ്രമിച്ചത്. സംഘപരിവാറിനേക്കാൾ മുന്നേ CPIM മുസ്ലിം വിരുദ്ധതയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. താങ്കളെ അതിനകത്ത് വാസ്തവത്തിൽ ഇരയാക്കുകയായിരുന്നു. പക്ഷെ താങ്കൾ അതാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായില്ല. ഞാനതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ സബ്മിഷനിൽ അതിൽ കൃത്യമായി വായിച്ചാൽ മനസ്സിലാകും. മലപ്പുറം കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഈ പ്രദേശം അവിടെ ഈ ജനങ്ങളുടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചതെന്നും കൂടി പറയുന്നുണ്ട്. അതിൽ പ്രവർത്തകന് നേതൃത്വം കൊടുത്ത NDF ആണെന്ന് മാത്രം പ്രത്യേകം പറയുന്നുണ്ട്. ആ രൂപത്തിൽ അങ്ങനെയാണ് ഞാനതിൽ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് തന്നെ. ആ കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളിൽ NDFന്റെ ഭാഗം ഒഴിവാക്കി മലപ്പുറം ജില്ലയെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മലപ്പുറം ജില്ലയ്ക്കെതിരായി നിൽക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലത്ത് അവർ നടത്തിയ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഭാഗം കൂടിയാണ് എന്നെയും കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രമേയത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി എന്ന അസംബ്ലിയിൽ മറുപടി പറഞ്ഞപ്പോൾ NDF മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഈ പ്രവർത്തനത്തിൽ പങ്കുണ്ട് എന്ന് വളരെ കൃത്യമായി അസംബ്ലി രേഖ ഉണ്ട്. ആ രേഖ പരിശോധിച്ച ഏത് മാധ്യമ പ്രവർത്തകനും മനസ്സിലാവും. പിന്നെ എന്തിനു വേണ്ടിയ
ഞങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരായിക്കൊണ്ട് ഇങ്ങനൊരു ഒരു പ്രവർത്തനം മീഡിയ വണ്ണിൽ വന്ന് തെറ്റായ പ്രവർത്തനം വിളിച്ചു പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊരു പ്രക്രിയ അദ്ദേഹം നടത്തിയതിനു വേണ്ടിയാ? ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് താങ്കൾ സഭയിൽ ഈ പരാമർശം നടത്തിയതിന്റെ അടുത്ത ദിവസം ഈ കടകളിലൊക്കെ ഈ നിലയിൽ NDF ചില വിലക്കുകൾ ഏർപ്പെടുത്തി എന്നുള്ളതാണല്ലോ പറയുന്നത്. വ്യാപാരി വ്യവസായികൾ തന്നെ അതിനെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. NDF അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുന്നത്. അല്ല, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിക്ക് അങ്ങനെ പറയാം. കാരണം എന്താ അറിയോ? അവരാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. വ്യാപാരി വ്യവസായികൾക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രൂപത്തിൽ അവരാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒരൊറ്റ വ്യാപാരി വ്യവസായ സമിതിയെ സംബന്ധിച്ച് വ്യവസായിയെ സംബന്ധിച്ച് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് നമ്മളത് പറഞ്ഞിട്ടേ ഇല്ല. നമ്മളെന്താ പറഞ്ഞത്? അങ്ങനെയുള്ള കടകളിൽ കയറി ഇവരിത് ഈ രൂപത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതിന്റെ പിന്നിൽ NDF ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞത്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ സഭയിൽ? കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീ കണ്ണൻ അങ്ങ് ഒന്ന് വഴങ്ങുമെങ്കിൽ ലീഗിന്റെ പ്രതിനിധിക്ക് അങ്ങയുടെ എന്തോ ചോദിക്കാനുണ്ട്. ഞാൻ അതൊന്ന് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകാം. ഒരു മിനിറ്റ് ഒന്ന് കാക്കണം. ശ്രീ ഷാക്കിർ പറയൂ. ശ്രീ കണ്ണൻ, അങ്ങയുടെ ഒരു സംശയമാണ്. എനിക്കിപ്പോൾ ഒരാള് മെസ്സേജ് അയച്ചതാണ്. അതായത് അന്ന് നിങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചു എന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു കേട്ടതാണ് എന്ന മറുപടിയാണ് കൊടുത്തതെന്ന് ചെക്കുട്ടി പിന്നീട് പറയുന്നുണ്ട്. ആളെ പേര് ഉൾപ്പെടെ പറയുന്നത്. അതേപോലെ നിങ്ങൾ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അന്ന് നായനാര് മുഖ്യമന്ത്രിക്ക് വേണ്ടി ശിവദാസൻ കൊടുത്ത മറുപടിയിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയേണ്ടെന്ന്. ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് മാത്രമല്ല ശിവദാസൻ പറഞ്ഞത്. RSS, ശിവസേന, വിശ്വ ഹിന്ദു പരിഷത്ത്, ജമാഅത്ത് ഇസ്ലാമി, PDP, പിന്നെ NDF, 6 സംഘടനയാണ്. നിങ്ങൾ വളരെ ബോധപൂർവം അല്ല അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാണ്. ഈ ശ്രീ കണ്ണൻ ഇപ്പൊ ഇന്ന് ഇത്രയോ 20 ഞാൻ പറയട്ടെ ആ സംഘടനകൾ പൂർണ്ണമായിട്ടുണ്ട്. എന്നിട്ട് അന്ന് മറുപടി അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ശിവദാസ മേനോൻ പറഞ്ഞ മറുപടിയിൽ എന്തിനാ എന്റെ വാക്ക് കണ്ടെടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ മറുപടിയിൽ വളരെ കൃത്യമായി തന്നെ രേഖ ഉണ്ടത്. അസംബ്ലി രേഖ ഉണ്ട്. ഈ അസംബ്ലി രേഖകൾ എന്തിനാ ഞാൻ മറച്ചു വെക്കുന്നത്? അത് ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഉണ്ട്. അതില് RSSനെ പറയുന്നുണ്ട്, BJPയെ പറയുന്നുണ്ട്, NDFനെ പറയുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഉണ്ടായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ രൂപത്തിലേക്കാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞത്. പിന്നെന്തിനാ തെറ്റിദ്ധാരണ? ഒരു തെറ്റിദ്ധാരണ പ്രശ്നമില്ല. ശരി, ഓക്കെ. എന്തായാലും വളരെ നന്ദി ശ്രീ N കണ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും താങ്കളുടെ ഭാഗം വിശദീകരിച്ചതിനും. ഷാക്കിർ, ഞാൻ വരാം. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഷാക്കിർ കണ്ണൻ വിശദീകരിക്കുമ്പോൾ അന്ന് കണ്ണൻ സഭയിൽ NDFനെ കുറിച്ച് പറയുമ്പോൾ NDF മാത്രമല്ല ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്ന് പറഞ്ഞു എന്നുള്ളത് കാഷ്വലായി പറഞ്ഞു പോവുകയാണ്. പക്ഷെ അതിലൊരു തെറ്റിദ്ധാരണ, അപനിർമ്മിതി ഷാക്കിറിന് ഫീൽ ചെയ്തു. പക്ഷേ കൃത്യമായ ഒരു സഭാരേഖയിൽ നിന്നും ഒരു ഭാഗം വെട്ടിമാറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ അവതരിപ്പിക്കുമ്പോൾ അത് നിഷ്കളങ്കമായി ഷാക്കിറിന് തോന്നുകയും ചെയ്യുന്നു. അതൊരു പ്രശ്നം. രണ്ടാമതായി നോക്കൂ, ഇപ്പോൾ കുറച്ച് നാളുകളായി മീഡിയ വണ്ണും ഈ ദാവൂദ് ഉൾപ്പെടെയുള്ള ആളുകളും കേരള സമൂഹത്തിൽ പടച്ചുവിടാൻ ശ്രമിക്കുന്ന വെറുപ്പ് എത്രമാത്രമാണ്. എന്നാൽ ഡയറക്റ്റായി അവർ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നോക്കൂ, സ്വരാജിനെതിരെയുള്ള ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പിന് പിന്നാലെ സ്വരാജ് സംഘപരിവാറാണെന്ന് ദാവൂദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ സ്വരാജ് തോറ്റതിലൂടെ ഇടത് ഹിന്ദുത്വം തോറ്റു എന്നവർ കൃത്യമായി പറയുകയാണ്. അതായത് വരികൾക്കിടയിലൂടെ അവർ പറയാനുള്ളതൊക്കെ പറയുന്നു. വെറുപ്പും വിദ്വേഷവും സമൂഹത്തിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. അതല്ലേ ഇപ്പോൾ നിരന്തരം ഉണ്ടാകുന്നത്? അസത ഞാൻ മുമ്പേ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അന്നേരം അത് സമയമുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം ഇടത് ഹിന്ദുത്വം എന്നുള്ളതാണ് ഈ മീഡിയ വൺ, അതിൽ വിശേഷിച്ച് ദാവൂദ് ഒരു പുതിയ തീസിസായിട്ട് കേരളീയ പൊതുസമൂഹത്തിലേക്ക്, പൊതുബോധത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ദാവൂദിൽ മാത്രം ഒതുങ്ങുന്നില്ല. മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനം തുടർച്ചയായി നൽകുന്ന വാർത്തകളിലും അതിൻ്റെ അവതരണങ്ങളിലും വിശകലനങ്ങളിലും ഒക്കെ ഇതേ നെഗറ്റീവ് തന്നെയാണല്ലോ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതാണ് പ്രശ്നവും. അടിസ്ഥാന പ്രശ്നം അത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഒരു കാര്യമുള്ളത്,
ഈ കഴിഞ്ഞ മാസം ജൂൺ മാസം 25-ാം തീയതി, ഇപ്പോൾ സ്വരാജിൻ്റെ കേസ് ഒക്കെ അസത സൂചിപ്പിച്ചു, ജൂൺ മാസം 25-ാം തീയതി ഈ നമ്മുടെ മറ്റേ RSSൻ്റെ നേതാവായിരുന്ന ശ്രീനിവാസൻ കൊലക്കേസിൽ പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ പ്രത്യേക കോടതിയിൽ പിന്നെ രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചത്. ആ പിന്നെ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ എന്നീ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് 977 വ്യക്തികളെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി പിന്നെ PFI, നിരോധിക്കപ്പെട്ട സംഘടനയാണെന്ന് ഓർക്കണം, PFI തയ്യാറാക്കിയ ലിസ്റ്റ്. അത് 3 ഭാഗമായിട്ടാണ്. ആ 3 ഭാഗം അവർ കണ്ടെടുത്തതും ഈ അന്വേഷണ ഏജൻസിയായ NIA പ്രത്യേക കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതേയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നത്തിലേക്ക് വീണ്ടും വരികയാണ്. പ്രത്യയശാസ്ത്രപരമായ തീവ്രവാദം എന്നുള്ള അജണ്ടയിൽ നിന്നുകൊണ്ടൊരു നെറ്റ്വർക്കായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും ഈ പറഞ്ഞ നിരോധിക്കപ്പെട്ട PFIയുടെ പുതിയ അവതാരമായിട്ടുള്ള SDPI, പിന്നെ വെൽഫെയർ പാർട്ടി, ഇതൊക്കെ ആ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരൊന്നുമല്ല UDFലെ നേതാക്കളൊക്കെയും, പ്രത്യേകിച്ചും പിന്നെ ഷാക്കിറിനെ പോലുള്ള ആൾക്കാരടക്കം. പക്ഷെ അതല്ല പ്രശ്നമാവുന്നത് എന്താണ്? സഖാവ് N കണ്ണൻ 2001 വണ്ടൂർ MLA ആയിരുന്ന ആ സഖാവ് 99 മാർച്ച് 23 അസംബ്ലിയിൽ നുണ പറഞ്ഞു എന്ന് സ്ഥാപിച്ചെടുത്താൽ എന്താണ് ഇവർ നേടാൻ പോകുന്നത്? അപ്പോൾ ആ അന്ന് MLA ആയിരുന്ന അതേ വ്യക്തി തന്നെ പറയുകയാണ്, ഞാൻ നുണ പറഞ്ഞിട്ടില്ല, എൻ്റെ രേഖകൾ ഇൻടാക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ട്. അതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി അന്ന് പറഞ്ഞ ശിവദാസ് മേനോൻ പറഞ്ഞ മറുപടി അവിടെ നിൽക്കുന്നുണ്ട്. പറ്റില്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തിനാണ്? അദ്ദേഹം എന്തെങ്കിലും തെറ്റായി പറഞ്ഞതായിട്ട് പിന്നീട് ഷാക്കിറിന് അവസരം കിട്ടിയപ്പോൾ പിന്നെ ഈ ചർച്ചയിൽ തെളിയിക്കാൻ കഴിഞ്ഞു? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഷാക്കിർ തന്നെ ഉന്നയിച്ച വാദങ്ങൾ അവിടെ പൊളിയുകയാണല്ലോ ചെയ്യുന്നത്. N കണ്ണൻ പറഞ്ഞ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കപ്പെടുകയും പിന്നെ തെളിവിന്റെ അദ്ദേഹം പറയുന്നത് വെറുതെ അല്ല പറയുന്നത്. അല്ലല്ല, തെളിവെന്താണ്? ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി കാണും. ശ്രീ ജയചന്ദ്രൻ, അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തി പറയട്ടെ, ഈ കൈരളി കേൾക്കുന്ന CPM-കാർക്ക് പോലും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാകും. എത്രത്തോളമാണ് CPM തരം താഴുന്നത്? ഇനി ദാവൂദിന്റെ തല വെട്ടിയെടുത്താൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ? അങ്ങനെ തല വെട്ടിക്കോളി. അതാണ് നിങ്ങളുടെ പ്രശ്നം. CPM-ന് കേരളത്തിലെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഭരണപരാജയം മറച്ചു വെക്കാൻ ദാവൂദിലേക്ക് ദാവൂദിന് ഷാക്കിർ കേൾക്കൂ, ദാവൂദിന് നിയന്ത്രണമുള്ള സംഘടനയിലാണ് 977 തയ്യാറാക്കിയത്. അതോടെ താങ്കൾ മനസ്സിലാക്കണം. അല്ലാതെ ഇടതുപക്ഷ ആരും തലവെട്ടാൻ പോയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല, CPM ഉണ്ടാക്കിയിട്ടില്ല. അത് വസ്തുതയല്ലേ? ചെറിയ ചോദ്യമേ ഉള്ളൂ. ഷാക്കിർ കണ്ണൻ തന്നെ പറയുന്നു അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സഭയിൽ ആ കാര്യം പറഞ്ഞത് എന്നുള്ളത്. അതായത് ഈ കടകൾ NDF-കാർ അടപ്പിച്ചു എന്നുള്ളത്. ഷാക്കിർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത ദിവസം വന്ന ഏതോ ഒരു വ്യാപാരികളുടെ വെർഷൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഒരു വ്യക്തി ഒരു നിയമസഭാ സാമാജികൻ സഭയിൽ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിനെ റദ്ദ് ചെയ്യുന്നത് എന്ത് കാര്യം വെച്ചുകൊണ്ടാണ്? NDF ഭീകരവാദം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടോ, NDF ഒരു ഭീകരവാദ സംഘടന അല്ല എന്ന് പറഞ്ഞുകൊണ്ടോ? എനിക്ക് പറയാൻ സമയം തരൂ. പറയൂ. എനിക്ക് പറയാൻ സമയം തരും. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ E.K. നായനാരും ധനകാര്യമന്ത്രിയും നിയമസഭയിൽ നടത്തിയിട്ടുള്ള മറുപടിയിൽ രണ്ട് കേരള പോലീസിന്റെ ഇന്റലിജൻസ് കൊടുത്തിട്ടുള്ള മറുപടിയിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കേരള പോലീസിന് എടുത്തിട്ടില്ല, അങ്ങനെ ഒരു കേസ് മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൂന്നാമത്തത് അവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്വതന്ത്ര സംഘടന, ലീഗോ UDF അല്ല, ആ സ്വതന്ത്ര സംഘടന ജില്ലാ പ്രസിഡന്റിന്റെ ഉൾപ്പെടെ പ്രസ്താവന മാത്രമല്ല ഇദ്ദേഹത്തോട് പറയാൻ സമ്മതിക്കുന്നില്ല. അത് തെറ്റായിരുന്നു ഷാക്കിർ. ഷാക്കിർ ഇപ്പോൾ ഇതിൽ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഷാക്കിർ തന്നെ പറയുന്നു നിങ്ങൾ NDF-നെതിരാണെന്ന് പറയുന്നു, പക്ഷേ NDF കട അടപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് NDF-നെ നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
എനിക്ക് മനസ്സിലാകുന്നില്ല ഷാക്കിർ വിഷയത്തിൽ എടുക്കുന്ന സ്റ്റാൻഡ്. NDF ന്യായീകരിക്കണില്ല, വേറെ ഒരു വ്യക്തിയെ ന്യായീകരിക്കണില്ല. പക്ഷെ നിങ്ങള് ഒരാടിനെ പട്ടിയാക്കി പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലാൻ നിൽക്കുമ്പോ അതിന് കണ്ടു നിൽക്കാൻ കഴിയില്ലല്ലോ. അതൊരു ശരിയായ സംഗതിയല്ല. ദാവൂദ് പറഞ്ഞത് ശരിയാണോ? കണ്ണൻ പറഞ്ഞത് ദാവൂദ് പറഞ്ഞത് ശരിയാണോ? അതോ കണ്ണൻ തന്നെ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ? അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ മറുപടിയിൽ NDF മാത്രമല്ല ജമാഅത്ത് ഉൾപ്പെടെ 6 സംഘടനകളെ ഗവൺമെന്റിന്റെ. അതെ അതെ. അസിത, ഒറ്റ മിനിറ്റ്, നിങ്ങൾ തന്ത്രപൂർവ്വം അസിത ഒഴിഞ്ഞു പോവല്ലേ? അസിതയോട് പറയാം, ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലല്ല, ഒരു മിനിറ്റ്. 1999 മാർച്ച് 23 ശേഷം ഈ കണ്ണനോട് ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കള്, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മാത്രമല്ല, ഒരു ഭരണപക്ഷ MLA ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടിയിൽ ഇദ്ദേഹത്തെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. NDF മാത്രമല്ല 6 സംഘടനയുടെ പേരും പറയുന്നത്. മറ്റു സംഘടനകളും ഉണ്ട്, എല്ലാവരും ഒരേ സ്വഭാവത്തിലുള്ളവരാണ്. അതിൽ ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ട്. മുസ്ലിം ലീഗിൽ ഒരുപാട് നേതാക്കൾ മുൻപ് ഉന്നയിച്ചിട്ടുണ്ട്. മുനീർ ഉണ്ട്, ഷാജി ഉണ്ട്, ഒരുപാട് നേതാക്കൾ, എന്തിന് KT ജലീൽ വരെയുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത വേട്ടയാടൽ എന്തുകൊണ്ട് കണ്ണന് മാത്രം? അത് അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ഷാക്കിർ ശ്രമിക്കുന്നത് എന്താ? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രസിഡന്റ് എന്തോ പറഞ്ഞിട്ടുണ്ട് കണ്ണന്റെ ഈ നിയമസഭയിലെ പ്രസംഗത്തെ കുറിച്ച്. ഷാക്കിർ, ഞാൻ ചോദിക്കുന്നത്, ഈ സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ MLA-മാർ നിയമസഭയിലുണ്ട്, മുസ്ലിം ലീഗിന്റെ MLA-മാർ നിയമസഭയിലുണ്ട്, മലപ്പുറത്തു നിന്നുള്ള MLA-മാരുണ്ട്. അവരാരെങ്കിലും മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ ഇവിടെ നടത്തിയ ഈ സബ്മിഷനിലെ പ്രസംഗം ശരിയല്ല, ഞങ്ങൾ ഒബ്ജക്ട് ചെയ്യുന്നു, സ്പീക്കറോട് ആവശ്യപ്പെട്ടോ ഈ സബ്മിഷനും കണ്ണൻ നടത്തിയ പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം, ഇതൊന്നും വസ്തുതാപരമല്ല എന്ന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും MLA-മാർ ആവശ്യപ്പെട്ടോ? 26 വർഷമായല്ലോ. എപ്പോഴെങ്കിലും മുസ്ലിം ലീഗുകാർ മലപ്പുറം ജില്ലയിൽ ഈ കണ്ണന്റെ ഈ സബ്മിഷൻ എപ്പോഴെങ്കിലും വിമർശനപരമായിട്ട് ഉയർത്തി കാണിച്ചിട്ടുണ്ടോ? ഇതാ CPM-കാർ ഇസ്ലാമോഫോബിയ വളർത്തുന്നവരാണ്, CPM-ന്റെ നേതാക്കൾ ഇങ്ങനെ മലപ്പുറത്തെ ആക്ഷേപിക്കുന്നവരാണ്, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നവരാണ്, അവർ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നവരാണ്. ഇതാ ഈ വണ്ടൂരിലെ MLA, നമ്മുടെ CPM-ന്റെ MLA ഇങ്ങനെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും മുസ്ലിം ലീഗ് MLA ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ 1/4 നൂറ്റാണ്ടായി മുസ്ലിം ലീഗിന് പോലും ഇല്ലാത്തൊരു വിമർശനം, മുസ്ലിം ലീഗിന് പോലും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു ആക്ഷേപം, അന്ന് മുസ്ലിം ലീഗിന്റെ MLA-മാർ പോലും, അന്ന് ഹാജരായ MLA-മാർ പോലും ഒബ്ജക്ട് ചെയ്യാത്ത ഒരു വിമർശനം എങ്ങനെയാണ് 26 വർഷത്തിന് ശേഷം സി ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവ്, അയാൾ മാധ്യമ പ്രവർത്തകനല്ല, അയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗ, അദ്ദേഹം ഈ CPM-നെതിരെ ഇങ്ങനെ വ്യാജ പ്രസ്താവനയും നിയമസഭാ രേഖയെ വക്രീകരിച്ച് വ്യാജ രേഖയും ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഒരാളെ പേപ്പട്ടിയാക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നത്, ഒരാളെ വേട്ടയാടുന്ന പ്രശ്നമായിട്ട് മാറുന്നത്? യഥാർത്ഥത്തിൽ CPM-നെ വേട്ടയാടാൻ 1/4 നൂറ്റാണ്ടിന് ശേഷം പഴയ നിയമസഭാ രേഖയിൽ വക്രീകരണം നടത്തി കള്ളത്തരം കാണിച്ച ദാവൂദല്ലേ CPM-നെ വേട്ടയാടാൻ വേണ്ടി ഈ വ്യാജ പ്രസ്താവനകൾ ഉണ്ടാക്കിയത്, വ്യാജ രേഖ ഉണ്ടാക്കിയത്? അതല്ലേ ഷാക്കിറെ ഇവിടെ തുറന്നു കാണിക്കപ്പെട്ടത്? അത് മുസ്ലിം ലീഗ് പറയുന്നതിന് പകരം എന്തിനാ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായിട്ട് ഇത്ര ആവേശപൂർവ്വം നിൽക്കുന്നത്? എന്തിനാ ഇത്ര ആവേശപൂർവ്വം നിൽക്കുന്നത്? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ ഒക്കെ ചങ്ങായിയായതിനു ശേഷമല്ലേ നിങ്ങൾക്ക് ഈ നിലപാട്? അല്ലെങ്കിൽ നിങ്ങളല്ലേ ഈ വിമർശനം, മലപ്പുറത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നിങ്ങളല്ലേ അന്നത്തെ വണ്ടൂർ MLA-യുടെ പ്രസംഗത്തെക്കുറിച്ച്, CPM നേതാവിന്റെ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളല്ലേ വിമർശനം ഉന്നയിക്കേണ്ടിയിരുന്നത്? ഇന്നേ വരെ ചന്ദ്രികയിൽ ഒരു ലേഖനം വന്നോ? ഇന്നേ വരെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നോ ഈ വണ്ടൂർ MLA-യുടെ സബ്മിഷനെതിരായിട്ട്? അപ്പൊ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം തുറന്നു കിടക്കുക. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ പോലും മുസ്ലിം ലീഗിനെ പോലും ഹൈജാക്ക് ചെയ്യാണ്. ഇതാണ് സുന്നി സംഘടനകൾ പറയുന്നത്. ഇതാണ് നാട്ടിലെ മതനിരപേക്ഷ സ്വഭാവമുള്ള മുസ്ലിം ജനാധിപത്യവാദികളെല്ലാം പറയുന്നത്. ലീഗ് പോലും ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നു, അത്ര അപകടകരമായ സ്ഥിതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുന്നത്. ദാവൂദ് എത്രയോ ചർച്ച മീഡിയ വണ്ടിൽ നടത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിനൊന്നും നിയമപരമായി നേരിടാൻ കൈരളിയിൽ നിങ്ങളെ ചർച്ച നടത്താൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ലല്ലോ.
തീർച്ചയായും ശ്രീ VPP മുസ്തഫ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മറ്റൊരു നിലപാടെടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ശ്രീ M ജയചന്ദ്രൻ, ചുരുങ്ങിയ സമയമാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച നാദാപുരം ബലാത്സംഗം താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമോ? അതൊരു വ്യാജ നിർമ്മിതിയായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീയെ ബിനു എന്ന പേരുള്ള ഒരു CPM നേതാവ്, ഒരു DYFI-കാരൻ പീഡിപ്പിച്ചു എന്നൊരു വ്യാജ നിർമ്മിതി വ്യാപകമായി അടിച്ചിറക്കുക, അവസാനം ഒരു മുസ്ലിം സ്ത്രീയെ പീഡിപ്പിച്ച ആ ഹിന്ദുവിനെ NDF-കാർ തെരുവിലിട്ട് വെട്ടിക്കൊല്ലുന്ന നിലയുണ്ടാകുക. അതിനുശേഷം ആ സ്ത്രീ പറയുന്നു, എന്നെ കൊണ്ട് കൃത്യമായി പറയിപ്പിച്ചതാണ് ഇത് എന്നുള്ളത് അവർ പറയുന്നു. ആ ആക്ഷേപം തന്നെ വാസ്തവ വിരുദ്ധമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചില വസ്തുതകളെ വളച്ചൊടിക്കുന്നത്, അപനിർമ്മിക്കുന്നത്. അവിടെ അന്ന് ആ യുവാവ്, ആ ചെറുപ്പക്കാരൻ നേരിട്ട അതേ വേട്ടയാടലാണ് മറ്റൊരു തരത്തിൽ ഇപ്പോൾ കണ്ണനെതിരെ നടക്കുന്നത്, അല്ലേ? ഇത് ബിനുവിന്റെ നീചമായ കൊലപാതകം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കൂടെ ആയിരുന്നല്ലോ. അന്ന് നേട്ടമുണ്ടാക്കാനാണ് മനഃപൂർവ്വം തന്നെ കൊണ്ടത് പറയിപ്പിക്കുകയായിരുന്നു. ആ സ്ത്രീ തന്നെ പിന്നീട് ഇലക്ഷന് ശേഷം പറയുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത് ശ്രീ കണ്ണനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വസ്തുത സംബന്ധിച്ച് ശ്രീ VPP മുസ്തഫ ഇപ്പോൾ ശക്തമായി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ചല്ലോ. എന്താണ് അസംബ്ലിയിൽ ലീഗ് പ്രതിനിധികൾ, അസംബ്ലിയിലും പുറത്തും അതിനെ സംബന്ധിച്ച് ഇതുവരെ കാൽനൂറ്റാണ്ടിന് ശേഷവും ഇതുവരെ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാതിരുന്നത്, അന്ന് പ്രതിഷേധിക്കാതിരുന്നതൊക്കെ ചോദിച്ചല്ലോ. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഷാക്കിറിന് ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അത് ഒക്കച്ചങ്ങാതിയായി മാറി. ആര്? ഈ ദാവൂദ് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സംവിധാനം, മുസ്ലിം സമുദായത്തിന്, അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംവിധാനം അങ്ങനെ മാറുകയാണല്ലോ. അത് കണ്ണൻ എന്ന CPM നേതാവിനെതിരെ മാത്രമല്ല അസിത കാണേണ്ടത്. നമ്മൾ കാണുമ്പോൾ ആ CPIM-നെതിരെയാണ് പിൻ പോയിന്റ് ചെയ്യുന്നത് ദാവൂദ്. അതുകൊണ്ടാണ് ഷാക്കിർ പറയുന്നത് തെറ്റിപ്പോകുന്ന അവിടെയാണ്. ഒരു മാധ്യമപ്രവർത്തകനെതിരെ കൈരളി ചാനൽ, CPM സംസ്ഥാന സെക്രട്ടറി, ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ പോർമുഖം തുറക്കുകയൊന്നും അല്ല. പോർമുഖം തുറന്നു കഴിഞ്ഞത് ദാവൂദ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവരോഹണം അല്ലെങ്കിൽ അധികാര പ്രമത്തത എന്ന് തന്നെ പറയാം. അത് കാണിച്ചത് എങ്ങനെയാണ്? മാധ്യമപ്രവർത്തനം എന്ന നിലയിലല്ല, അധികാരം, ആ സ്ഥാപനത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. CPM-നെ വളരെ ഇകഴ്ത്തി കാണിക്കുക, അപമാനിക്കാൻ ശ്രമിക്കുക, അത്തരത്തിൽ പുതിയ നരേറ്റീവ്സ് ഉണ്ടാക്കുക, അതാണല്ലോ ചെയ്തത്. അതിനുള്ള മറുപടി സ്വാഭാവികമായും പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടത്. എന്നിട്ടും ചില മണ്ഡലങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ ആർക്കാ പ്രകോപിതരായി എന്നുള്ള വസ്തുതയാണ്. ആ പ്രകോപനത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാതെ ഒരു മാധ്യമപ്രവർത്തകനെ തലവെട്ടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്നുള്ള നിലയിലേക്കാണ് ചർച്ച കൊണ്ടുവരാനായിട്ട് ഷാക്കിർ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ള അന്വേഷിക്കാൻ ഒരു ബാധ്യതയില്ലേ? അവസാനിപ്പിക്കണം, എനിക്ക് സമയമില്ല. നോക്കൂ, CPM-നെതിരെ വിമർശനം ഉന്നയിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് ആക്രമിക്കാനാണെങ്കിൽ ഇവിടെ അതിനേ സമയം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ഒരാൾ കൃത്യമായി പറഞ്ഞ കാര്യം, സഭാരേഖയിലുള്ള കാര്യം അങ്ങനെയല്ലാതെ പ്രചരിപ്പിക്കുന്നു. അതാണ് ഇവിടെ പ്രശ്നം. ഇപ്പോൾ ഷാക്കിർ തന്നെ പറയുന്നത് പോലെ അങ്ങനെ മലപ്പുറത്ത് അന്ന് NDF-ന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ ക്ലിയർ ആയുള്ള ചോദ്യമാണല്ലോ, എന്തുകൊണ്ട് അന്ന് മുസ്ലിം ലീഗിന്റെ MLA-മാർ സഭയിൽ അതിനെ എതിർത്തില്ല? അല്ല, ഇപ്പൊ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എന്തുകൊണ്ടാണ്? ദാവൂദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തെ നിങ്ങൾ വിശകലനം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ മരണം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നം, സർക്കാരിന്റെ ഭരണപരാജയം മറച്ചു വെക്കാൻ CPM നടത്തുന്ന ഒരു പൊറാട്ട് നാടകമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. മാത്രവുമല്ല, നിങ്ങൾ നോക്ക്, മാധ്യമ പ്രവർത്തകർ ഈ CPM-ന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ചരിത്രമായി പറയുന്നതിനിടക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പരാമർശമാണ്. എങ്ങനെ ഷാക്കിർ? ഞാൻ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ CPM നേതാക്കന്മാരെ പോലെ ആവല്ലേ. നിങ്ങൾ സത്യസന്ധമായി ചർച്ച നിയന്ത്രിക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം ഇത്രയാണ്. അസിത ഇപ്പോ UDF-നെ വിമർശിച്ച് ഒരു വാർത്ത വായിച്ചാൽ അല്ലെങ്കിൽ വിശകലനം നടത്തിയാൽ നാളെ UDF-കാർ വന്ന് അസിതയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണോ? നിങ്ങൾക്കെതിരെ പറയാൻ എത്ര അവസരങ്ങളുണ്ട്? അത് പറഞ്ഞോട്ടെ. ഞങ്ങൾ ദാവൂദിന്റെ വക്താക്കളല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ വക്താക്കളല്ല, NDF-നെ ശക്തമായി എതിർക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നിങ്ങൾ ആളുകൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി CPM ഉപയോഗിക്കുന്നത് അത് കേരളീയ പൊതുസമൂഹത്തിന് വളരെ അപകടകരമാണ്. നാടിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന തരത്തിൽ ചരിത്രത്തെ തന്നെ, വസ്തുതകളെ വളച്ചൊടിച്ച് ആരെന്ത് അവതരിപ്പിച്ചാലും അത് CPM വിരുദ്ധനാണെങ്കിൽ കൈയടിക്കപ്പെടും, അംഗീകരിക്കപ്പെടും. അല്ല, അതാണ് ഇതിന്റെ തമാശ എന്ന് പറഞ്ഞാൽ, ഈ ഷാക്കിറും ദാവൂദും എല്ലാം ഇസ്ലാം മത വിശ്വാസികളാണ്, അള്ളാഹുവിലും നബിയിലും വിശ്വസിക്കുന്നവരാണ്. എന്താ അള്ളാഹുവിന്റെ കൽപ്പന? ഒരാൾ തമാശ പറയുന്നതിനിടയിൽ പോലും കള്ളം പറയരുത് എന്നാണ്. കള്ളം പറയാൻ പാടില്ല.
ഇവിടെ ഷാക്കിർ ചെയ്യുന്നതും അത് തന്നെയാണ്, ദാവൂദ് ചെയ്തതും അത് തന്നെയാണ്. അവരുടെ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അന്ധമായ CPM വിരോധം വളർത്തുന്നതിന് വേണ്ടി ബോധപൂർവം കള്ളം പറയുകയാണ്. എന്നിട്ട് CPM-കാരെല്ലാം പിന്നെ ഇസ്ലാം വിരോധികളാണ്, അതിന്റെ നേതാക്കളെല്ലാം ഇസ്ലാമിനെ ആക്ഷേപിച്ചവരാണ്, ഒരു വ്യാജ ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് തന്നെയാണ്. അതുകൊണ്ട് കളവ് പറഞ്ഞിട്ട് 4 വോട്ടിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ തന്നെ വ്യഭിചരിക്കുന്ന നിലയിൽ കളവ് പറയരുത്, അവാസ്തവം പറയരുത്, സത്യം പറയണം. ഇവിടെ ദാവൂദ് കള്ളം പറഞ്ഞു എന്ന വസ്തുത അംഗീകരിക്കാൻ ദാവൂദ് ഒരു വ്യാജ രേഖ നിർമ്മിച്ചു, നിയമസഭാ രേഖയെ വക്രീകരിച്ചു എന്ന് പറയാൻ എന്തേ ലീഗുകാരനായ ഷാക്കിറിനാവുന്നില്ല, മുസ്ലിമായ ഷാക്കിറിനാവുന്നില്ല? തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ പരിപാടിയിൽ ദാവൂദ് അവതരിപ്പിച്ചത്. എന്തായാലും അതിന് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകട്ടെ. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, CK ഷാക്കിർ, M ജയചന്ദ്രൻ ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.